നിന്നിലുണ്ടല്ലോ നാഥാ. നിന്നെ വിട്ടു പിന്നെ ഞങ്ങൾ എങ്ങു പോയിടും? നിത്യജീവമൊഴികൾ നിത്യവും ശ്രവിക്കാം നിത്യജീവമൊഴികൾ. യഹോവ എൻ രക്ഷയും ജീവനുമാകയാൽ ആകുലനാകയില്ല. യഹോവ എൻ രക്ഷയും ജീവനുമാകയാൽ ആകുലനാകയില്ല. വൈരികൾ ചുറ്റും പെരുകിയാലും ഞാൻ നിർഭയനായി വസിക്കും. വൈരികൾ ചുറ്റും പെരുകിയാലും ഞാൻ നിർഭയനായി വസിക്കും. യേശുവേ നീ എന്നാശ്രയം, എൻ സങ്കേതവും കോട്ടയുമേ. യേശുവേ നീ എന്നാശ്രയം, എൻ സങ്കേതവും കോട്ടയുമേ. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും എന്ന ഭയം നീ മാത്രമേ. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും എന്ന ഭയം നീ മാത്രമേ. ഒരു പുതിയ വർഷത്തിൻ്റെ പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2020 നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നു. 2020 നാളുകൾ നമുക്ക് പലവിധമായ പ്രയാസങ്ങളുടെയും ആദികളുടെയും വ്യാധികളുടെയും വർഷമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. കൊറോണ വൈറസ് ലോകത്തെ മുഴുവൻ ഗ്രസിച്ച് അതിൻ്റെ സംഹാരതാണ്ഡവും ആടിക്കൊണ്ടിരിക്കുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ, ഇപ്പോഴും അനേകായിരങ്ങൾ രോഗത്തിൻ്റെ ഭാരത്തിൽ കഴിയുമ്പോൾ, വൈറസിൻ്റെ ഭീതിയിൽ അനേകർ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ജനിതക മാറ്റം സംഭവിച്ച വൈറസിൻ്റെ ഭീതിയിൽ 2021 നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദുഷ്ടലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ദൈവമഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി പഴയതും പുതിയതുമായിട്ടുള്ള ചില കാര്യങ്ങളെ ചുരുക്കമായി ഇന്ന് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പഴയതാകുന്നതും ജീർണിക്കുന്നതുമായ പ്രമാണത്തിന് നീക്കം സംഭവിച്ചിരിക്കുന്നു. അത് ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് നാം വായിക്കുന്നത്. ന്യായപ്രമാണ യുഗം അവസാനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ യുഗം പിറന്നിരിക്കുകയാണ്. ന്യായപ്രമാണം പറയുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആ പുതിയ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നാം പരിശോധിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ജനനത്തോടുകൂടെ ഒരു പുതിയ യുഗം തന്നെ പിറന്നിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതെ, യേശുക്രിസ്തു മുഖാന്തരം ഒരു പുതിയ യുഗം പിറന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാനവജാതിക്ക് വേണ്ടി നിവർത്തിച്ച രക്ഷയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവപ്രവൃത്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. പാപികളായ മനുഷ്യരും പരിശുദ്ധനായ ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കുമ്പോൾ, പാപം ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റിക്കളഞ്ഞപ്പോൾ, നമുക്ക് കർത്താവായ യേശുക്രിസ്തുവാകുന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനിലൂടെ എബ്രായ ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം അപ്രകാരം വായിക്കുന്നു: അതേ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ യുഗം തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. ആദ്യ നിയമം എന്ന് പറയുന്നത്
പഴയ നിയമത്തെ സംബന്ധിച്ചാണ്. ആ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ സംബന്ധിച്ചാണ് അവിടെ പ്രസ്താവിക്കുന്നത്. നമുക്ക് നിത്യ അവകാശത്തിലേക്കുള്ള വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതേ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ അനുഗ്രഹീതമായ ദൈവ വിളിക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ദൈവ വിളിയിലൂടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ ജന്മത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലുമുള്ള വീണ്ടും ജന്മം ഒരു പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നടക്കുമ്പോൾ നിക്കോദിമോസ് എന്ന മതപണ്ഡിതനോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. അതെ, വീണ്ടും ജന്മത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയാണ്. അവർക്ക് ദൈവമക്കൾ എന്നുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട ആ പേര് ലഭിക്കുകയാണ്. അവരുടെ പേര് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയാണ്. അവരുടെ ശിക്ഷാവിധി നീങ്ങിപ്പോയതുകൊണ്ട് അവർക്ക് ഇപ്രകാരം പാടുവാൻ കഴിയും: ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശുവൻ പാപം തീർത്ത നാൾ. അങ്ങനെ പുതുനിയമ മധ്യസ്ഥനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വന്നവർ അവർക്കൊരു പുതിയ ആത്മാവിനെ ലഭിച്ചിരിക്കുകയാണ്. ആ പുതിയ ആത്മാവിനെ സംബന്ധിച്ച് നാം തിരുവെഴുത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ഞാൻ അവർക്ക് പുതിയൊരാത്മാവിനെ നൽകും, ഒരു പുതിയ ഹൃദയം നൽകും. അവരുടെ കല്ലായുള്ള ഹൃദയത്തെ ഞാൻ നീക്കിക്കളയും. അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിൻ്റെ വഴിവിട്ടകന്നു പോയപ്പോൾ, അവർ ദൈവത്തോട് മത്സരികളായി തീർന്നപ്പോൾ, അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്: മനം തിരിഞ്ഞാൽ, മാനസാന്തരപ്പെട്ടാൽ അവർക്കൊരു പുതിയ ആത്മാവിനെ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെയും പരിശുദ്ധാത്മാവിനെ കെടുത്തുകളയാതെയും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരായിരിക്കുവാൻ റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു, ഈ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് കഴിയുള്ളൂ. അവർക്ക് പഴയ അനുഭവത്തിൽ നിന്ന് അവർക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ സകലം അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ അനുഭവത്തോടുകൂടെ ജീവിക്കുന്ന ദൈവമക്കൾ അവർ ദൈവത്തിന് പുതിയ പാട്ട് പാടുകയാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നു: ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവർ, അവർ ദൈവത്തിന് പുതിയ പാട്ട് പാടുകയാണ്. അവർ ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. അവരൊരു പുതിയ യാഗപീഠത്തിൻ്റെ അനുഭവത്തിലൂടെ എന്ന് പറഞ്ഞാൽ, നാം 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആസ എന്ന രാജാവിനെ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. അവൻ ദൈവത്തിന് ഹിതവും ദൈവത്തിന് പ്രസാദവുമായുള്ള ചെയ്ത വ്യക്തിയാണ്. അവൻ പഴയ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും ഇടിച്ച് നിരത്തിക്കളഞ്ഞു. അസേര പ്രതിഷ്ഠകളെ തകർത്ത് പൊടിയാക്കി. അവൻ്റെ കുടുംബത്തിലൊരു നവീകരണമുണ്ടായി ആദ്യം. അതുമാത്രമല്ല, അവൻ സമൂഹത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കി. അവൻ ദൈവത്തെ ആരാധിച്ചു. യാഗപീഠം പുതുക്കിപ്പണിതു. അതുവരെയും ഇല്ലാതിരുന്ന, ആരാധനയില്ലാതിരുന്ന സ്ഥാനം, യാഗപീഠത്തിൻ്റെ കല്ലുകൾ ഇളകിപ്പോയപ്പോൾ അതെല്ലാം പുതുതായി പണിത് യാഗപീഠത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവമായിട്ടുള്ള നിരപ്പും പാപക്ഷമയും അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നിരപ്പും പാപക്ഷമയും ലഭിച്ച ദൈവമക്കൾ യാഗപീഠത്തിൻ്റെ അനുഭവത്തിൽ, ആരാധനയുടെ അനുഭവത്തിൽ, നോഹ ഒരു യാഗപീഠം
ബലിപീഠം പണിത് ആരാധിച്ചപ്പോൾ ആരാധനയുടെ സൗരഭ്യം സ്വർഗത്തിലേക്ക് ഉയർന്ന് യഹോവ സൗരഭ്യം മണത്തു, ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത ആരാധന അർപ്പിച്ചിട്ടുണ്ട്. ആരാധനാലയങ്ങൾ പലതും അടഞ്ഞുപോയി, പല ആരാധനാലയങ്ങളും ഇന്നും തുറക്കപ്പെടാതിരിക്കുന്നു. ആ നിലയിലുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമുക്ക് തന്നെ പലപ്പോഴും ആരാധനയിൽ സംതൃപ്തിയില്ലാതെ, സന്തോഷമില്ലാതെ, യഥാർത്ഥമായ ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആസയുടെ അനുഭവം പോലെ നമ്മുടെ ജീവിതത്തിലും ആരാധനയുടെ അനുഭവം യഥാസ്ഥാനത്താക്കുന്ന ഒരു അനുഭവം, യാഗപീഠം പുതുക്കിപ്പണിയുന്ന അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ഈ പുതിയ വർഷത്തിൽ 2020 നമ്മെ വിട്ട് കടന്നു പോയിരിക്കുകയാണ്. ഒരു പുതിയ വർഷം നമുക്ക് ദൈവം സമ്മാനിച്ചിരിക്കുകയാണ്. ഈ പുതുവത്സരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആരാധനയുടെ ആ യഥാർത്ഥമായ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ആത്മാവിൻ്റെ ആലോചനകളെ കെടുത്തുകളയുന്ന അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ആസ്ഥാനപ്പെടുക, ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക. നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോവുകയാണ്. നാം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, പഴയ ഭൂമിക്ക് മാറ്റം വരുന്നു, പഴയ ആകാശത്തിന് മാറ്റം വരുന്നു, പഴയ പേരിന് മാറ്റം വരുന്നു, പഴയ കാര്യങ്ങൾക്ക്, പഴയ സംവിധാനങ്ങൾക്കെല്ലാം മാറ്റം വരുന്നു. നിത്യനൂതനങ്ങളുടെ അനുഭവത്തിലേക്ക്, ഒരു പുതുവാനഭൂമിയുടെ അനുഭവത്തിലേക്ക്, ആ സ്വർഗീയ സന്തോഷം അലതല്ലുന്ന അനുഗ്രഹിക്കപ്പെട്ട സകലവും പുതുതാക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മെ ആനയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജന്മാനുഭവത്തിലൂടെ കടന്നു വന്നവർക്ക് മാത്രമേ ആ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായി കഴിയുള്ളൂ. ഈ ഭൂമിയിൽ പുതുക്കപ്പെട്ട അനുഭവത്തിലൂടെ ജീവിക്കാത്തവർക്ക് നിത്യമായ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ, പാപവഴികളെ ഉപേക്ഷിച്ച് പുതിയ അനുഭവത്തിലൂടെ, പുതിയ സമർപ്പണത്തോടെ, പുതിയ പ്രതിഷ്ഠയോടെ നമുക്ക് ഈ 2021 വരവേൽക്കാം. 2021 നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ ക്രമീകരിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട അനുഭവത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 2020 നാളുകളിൽ വളരെ ഭീതിയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിലൂടെ അനേകർ കടന്നുപോയപ്പോൾ 2020 അവസാനം കാണുവാൻ അനേകർക്ക് കഴിയാതിരിക്കുമ്പോൾ ഈ 2021 പ്രാരംഭ ദിവസത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 2020 ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ, ആകായ്മകൾ, പോരായ്മകൾ ഞങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിക്കുകയും ഞങ്ങളുടെ യാഗപീഠത്തെ ഒന്നുകൂടെ പുതുക്കിപ്പണിത് ഞങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മ നിറവും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഈ വർഷം മുഴുവനും അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ഞങ്ങൾ പിന്നെയും അങ്ങയുടെ മഹത്വത്തിനായി ശിഷ്ടായുസ് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ നിത്യ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് അവിടുന്ന് ആനയിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ജീവിക്കുവാൻ ഈ വർഷത്തിലും ഞങ്ങൾക്ക് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. സന്തോഷ